കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ രാത്രി നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ, ഇടപെടുവാൻ പ്രാർത്ഥനയോടെ നമുക്കൊരൽപ്പ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ കാതിൽ മുഴങ്ങി കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ്, അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഒരു വേദഭാഗം വായിക്കാൻ ദൈവസന്നിധി ഞാൻ ശരണപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മളെടുത്ത് വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വായിക്കുവാനിടയായി തന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം നാം എടുത്ത് പഠിച്ചാൽ നമുക്കവിടെ വ്യക്തമായി മനസ്സിലാക്കുവാനിടയായിത്തീരുന്നത് മാനവരാശിയുടെ പാപ പരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു. പഴയ നിയമമൊക്കെ നമ്മൾ എടുത്തു പഠിച്ചാൽ നമുക്കവിടെ കാണുവാനിടയായിത്തീർന്നത് ഇപ്രകാരമാണ്. ആണ്ടിലൊരിക്കൽ ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി നമുക്ക് പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുവാനിടയായിത്തീരുന്നത് ഒന്നെങ്കിൽ ഒരു കാളക്കിടാവ്, അല്ലെങ്കിൽ ഒരാട്ടുകൊറ്റൻ, അല്ലെങ്കിൽ ഒരു കുറുമ്പ്രാവ്, ഇതുമായി ആണ്ടിലൊരിക്കൽ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനിടയായിത്തീരും. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ എടുത്തു പഠിച്ചാൽ അവിടെ കാണുവാനിടയായിത്തീരുന്നത് വീണ്ടും മനുഷ്യൻ ഈ പാപത്തിൻ്റെ അടിത്തട്ടിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. സ്വർഗീയ സ്വർണ്ണകദോസിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരുമിച്ച് ചേർന്നിട്ട് ഇനി ആർ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് പോകും എന്നുള്ള ആ ശബ്ദം മുഴങ്ങിക്കേട്ടു. നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത് ആട്ടുകൊറ്റൻ, കുറുമ്പ്രാവ്, കാളക്കിടാവ് ഇതൊക്കെ അറുക്കപ്പെട്ടു. ആയിരക്കണക്കിന് കാളകളുടെ രക്തം പുഴ പോലെ ഒഴുകി. 10,000-കണക്കിന് ആട്ടുകൊറ്റന്മാരുടെ രക്തം അവ പുഴ പോലെ ഒഴുകിയിട്ടും മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് അത് ഒരനുഗ്രഹമായി തീരാതിരിക്കുമ്പോൾ നമുക്ക് പഴയ നിയമം എടുത്തു പഠിക്കുന്നതോടെ കാണുവാൻ കഴിയുന്നത് പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാർ ശക്തമായി ആലോചന അറിയിക്കുവാൻ ഇടയായിത്തീർന്നു. എങ്കിലും മനുഷ്യൻ പാപത്തിൻ്റെ അടിത്തട്ടിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗീയ സുന്നതദോസ്തിൽ ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു, ഇനി ആർ നമുക്ക് വേണ്ടി പോകും? ആ ശബ്ദത്തിന് മുൻപിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു നാഥൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പൊയ്ക്കൊള്ളാം, ഈ ഭൂമിയിലേക്ക് ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് യേശു വളരെ വ്യക്തമായി പറഞ്ഞു. യേശുവിൻ്റെ ജനനം മുതൽ നമ്മൾ എടുത്തു പഠിച്ചാൽ അവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത് മാനവരാശിയുടെ ആ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ധാനഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായിത്തീർന്നു എന്ന് തിരുവചനം എടുത്തു പഠിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നു. യേശുനാഥൻ ക്രൂസിൽ മരിക്കുമ്പോൾ നമുക്ക് തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ റോമൻ ഗവൺമെന്റിന്റെ നിയമമനുസരിച്ച് യേശു കാൽവറി ക്രൂസിൽ മരിച്ചപ്പോൾ അനേകർക്ക് ചില നന്മകളും ലാഭവും
അവ ലഭിക്കുവാനിടയായി തീർന്നു എന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനിടയായി തീരുന്നു. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ അവിടെ കാണുവാനിടയായി തീരുന്നത്, യേശു ക്രൂസിൽ മരിക്കുന്ന ആ സമയം, അതിനു മുൻപ് വരെയും നമുക്ക് തിരുവചനത്തിൽ കാണുവാനിടയായിത്തീരുന്നത് പീലാത്തോസും ഹെരോദാവും തമ്മിൽ ശത്രുക്കളായിരുന്നു എന്ന് നമുക്ക് വിശുദ്ധ ബൈബിൾ എടുത്ത് പഠിക്കുമ്പോൾ കാണുവാനിടയായിത്തീരുന്നു. അവർക്ക് ഇരുവർക്കും സ്നേഹത്തോടെ അവർക്ക് ഒരുമിച്ചായിരിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവർ ശത്രുക്കളായിരുന്നു എന്ന് നമുക്ക് ആ തിരുവചനം എടുത്ത് പഠിക്കുമ്പോൾ അവിടെ കാണുവാനിടയായിത്തീരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് ദൈവത്തിന് വചനം പഠിക്കുമ്പോൾ യേശുവിൻ്റെ ആ കാൽവറി ക്രൂശിലെ മരണം മുഖാന്തരം നമുക്കവിടെ കാണുവാനിടയായിത്തീരുന്നത് ശത്രുക്കളായിരുന്ന പീലാത്തോസും അതേ ഹെരോദാവും മിത്രങ്ങളായി മാറി എന്ന് നമുക്ക് ആ വിശുദ്ധ ബൈബിൾ എടുത്ത് പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനിടയായിത്തീരുന്നു. അവിടെ യേശു ക്രൂശിൽ മരിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണുവാനിടയായിത്തീരുന്നത്, ശത്രുക്കളായിരുന്ന, പരസ്പരം കണ്ടാൽ അവയെ മാറിപ്പോകുന്ന ആ ഒരവസ്ഥയിലായിരുന്ന രണ്ട് വ്യക്തി ജീവിതങ്ങളെ തമ്മിൽ അവയെ ഒരുമിപ്പിക്കുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനം എടുത്ത് പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. അവർ ഇരുവരും അവയെ മിത്രങ്ങളായി മാറി. തുടർന്ന് അവർ വളരെ സ്നേഹത്തോടെ ഐക്യതയോടെ മുൻപോട്ട് പോകുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ ഇടയായി തീരുന്നു. സ്തോത്രം. അപ്പോൾ ഈ വേദഭാഗം നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ യേശു ആ കാൽവറി ക്രൂസിൽ മരിച്ച ആ നിമിഷം നമുക്ക് കാണുവാൻ കഴിയുന്നത്, ശത്രുക്കൾ തമ്മിൽ അവയെ മിത്രങ്ങളായി മാറത്തക്ക നിലയിൽ ഒരു വലിയ അത്ഭുതം അവിടെ നടക്കുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി കാണുവാൻ ഇടയായി തീരുന്നു. അപ്പോൾ യേശുവിൻ്റെ ആ ക്രൂശീകരണം മുഖാന്തരം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന തൻ്റെ മക്കൾ വളരെ സ്നേഹത്തോടും ഐക്യതയോടും ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കത്തക്ക നിലയിലുള്ള സകല ക്രമീകരണങ്ങളും ആ കാൽവറി ക്രൂസിൽ നടക്കുവാൻ ഇടയായി തീർന്നു എന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ ഇടയായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് ദൈവത്തിന്റെ ആ വചനം എടുത്ത് പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ ഇടയായ മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 14-15 വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീരുന്നത്, പുറജാതിയും യഹൂദന്മാരും തമ്മിൽ വേണ്ട നിലയിൽ ഐക്യതയോടെ അവർക്ക് പോകുവാൻ കഴിഞ്ഞില്ല. പല കാര്യങ്ങളിലും ഒരുമിച്ച് പോകുവാൻ കഴിയാത്ത നിലകളിൽ അവർ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ ഇടയായി തീരുന്നു. എന്നാൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, യേശുനാഥൻ കാൽവറി ക്രൂസിൽ യാഗമായി തീരുന്നതിന് തൊട്ടു മുൻപ് നമുക്കവിടെ കാണുവാൻ ഇടയായി തീരുന്നത്, ഈ പുറജാതിയും യഹൂദന്മാരും തമ്മിൽ യോജിക്കുവാൻ ഇടയായി തീർന്നു. അവരൊന്നായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല അഭിപ്രായങ്ങൾ പറഞ്ഞ് പലതും പറഞ്ഞവർ മാറി നിൽക്കുമ്പോൾ അവർക്ക് ഒരുമിച്ച് നിൽക്കുവാൻ കഴിയാതെ ചിന്നിച്ചിതറി അവർ മാറി നിൽക്കുന്നതായ ആ സാഹചര്യത്തിലാണ് യേശു കാൽവറി ക്രൂസിൽ യാഗമായി തീരുവാൻ യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് പല കോടതികളിലും മാറി മാറി വിസ്തരിക്കുന്നതായ സമയത്ത് നമുക്ക് അവിടെ കാണുവാൻ ഇടയായി തീരുന്നത്, പുറജാതിയും യഹൂദന്മാരും തമ്മിൽ കരങ്ങൾ കൊടുത്തു. അവർ ഐക്യതയോടെ നിൽക്കുവാൻ ഇടയായി തീർന്നു എന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ ഇടയായി തീരുന്നു. യേശു പച്ച പൈൻമര കുരിശ് ചുമന്നുകൊണ്ട് തലയോടിടമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ശത്രുക്കളെ മിത്രമാക്കിക്കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഐക്യതയോടെ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത യഹൂദന്മാരെയും പുറംജാതികളെയും ഒരുമിച്ച് കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട് അവരെല്ലാം ഐക്യതയോടെ മുൻപോട്ട് പോകുന്നത് യേശുനാഥൻ കാണുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഈ തിരുവചനമാഴമായി പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ ഇടയായി തീരുന്നത്, കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന ദൈവത്തിന്റെ പൈതല് ഐക്യതയോടെ സ്നേഹത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് വലിയ അനുഗ്രഹമായി മാറുവാൻ ഇടയായി തീരും.
എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വാത്സല്യ ഭവനത്തിൽ ഇപ്രകാരം ക്രമീകരിച്ച ഈ പ്രാർത്ഥനയിൽ അതേ സഭാ വ്യത്യാസമന്യേ അതേ വിവിധ ഇടങ്ങളിൽ നിന്ന് അതേ ദൈവദാസന്മാർ, ദൈവത്തിന്റെ മക്കള് ഒരുമിച്ച് കടന്നു വന്ന് അതേ കരങ്ങളെ കോർത്ത് പിടിച്ച് ദൈവത്തിന്റെ സന്നദ്ധയിൽ അതേ പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവമായി ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരുവാൻ ഇടയായി തീരും. പ്രാർത്ഥന കഴിഞ്ഞ് അതേ കടന്നു പോകുന്ന ദൈവത്തിന്റെ മക്കൾ അതേ വാസ്തവമായി അനുഗ്രഹവും വിടുതലും പ്രാപിക്കുവാൻ ഇടയായി തീരുമെന്ന് അതേ തിരുവചനമെല്ലാം എടുത്തു പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ അതേ കരുണയുള്ള കർത്താവിന്റെ ആ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. യേശുനാഥൻ ആ കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ അവ ഒരു പച്ച പൈൻമര കുരിശുമായി അവൻ നടന്നു നീങ്ങുമ്പോഴും അത് യേശുവിന് വലിയ സന്തോഷമുണ്ട്. കാരണം ശത്രുക്കൾ മിത്രമായി നിൽക്കുന്നത് വളരെ വ്യക്തമായി കാണുവാനിടയായി തീർന്നു. ഒരുമിച്ച് ഐക്യതയോടെ അത് നിൽക്കുവാൻ കഴിയാത്ത യഹൂദന്മാരും അത് പുറജാതികളുമില്ല. അത് യേശുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ അവരെല്ലാവരും അത് സ്നേഹത്തോടെ ഐക്യതയോടുകൂടി നിൽക്കുന്ന ആ ഒരു വലിയ കാഴ്ച അത് യേശുവിന് കാണുവാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ മക്കളെല്ലാവരും അത് ഐക്യതയോടും സ്നേഹത്തോടും അത് ദൈവത്തിന്റെ സന്നദ്ധയില് അത് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് സ്വർഗം സന്തോഷിക്കുന്ന അത് ദിനങ്ങളായി മാറുവാൻ ഇടയായി തീരുമെന്ന് ഇവിടെ തിരുവചനത്തില് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് അത് കാണുവാൻ ഇടയായി തീരുന്നത് പീലാത്തോസും ഹെരോദാവും തമ്മിൽ സ്നേഹിതന്മാരായി മാറി. അന്നുവരെയും അവർക്കൊരുമിച്ച് അതേ സ്തോത്രം ഇരുന്ന് അതേ സ്തോത്രകാല സ്നേഹത്തോടുകൂടെ അതേ ഒരു കാര്യം തീരുമാനിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ യേശു കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ അതേ സ്തോത്രം ഇതാ അവർ രണ്ടും സ്നേഹിതന്മാരായി അവ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വലിയ കാഴ്ച നമുക്ക് കാണുവാൻ ഇടയായി തീരുന്നു. അവ പുറജാതിയും യഹൂദന്മാരും തമ്മിൽ സ്നേഹിതന്മാരായി അവർ കരങ്ങളെ കോർത്ത് പിടിച്ച് അവർ ഐക്യതയോടെ അവ മുൻപോട്ട് പോകുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് അത് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ ഇടയായി തീരുന്നത് യേശുനാഥന് ഈ പച്ച പൈൻമര കുരിശും ചുമന്നുകൊണ്ട് നടന്നു നീങ്ങുമ്പോൾ മരണത്തെ മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് അത് തടവറയിൽ കിടന്നതായ ആ ബറബ്ബാസ് ആ തടവറയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി അത് നടന്നു നീങ്ങുന്ന ഒരു വലിയ കാഴ്ചയാണ് അത് നമുക്ക് കാണുവാൻ ഇടയായി തീരുന്നത്. യേശുനാഥൻ അതേ സ്തോത്രം തലയോടിടമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് അത് നടന്നു നീങ്ങുമ്പോൾ അതേ ബറബ്ബാസ് എന്ന് പറയുന്ന അതേ സ്തോത്രം ആ കുറ്റക്കാരന് ഇതാ ആ വ്യക്തിക്ക് പകരമായിട്ട് യേശു ക്രൂശിൽ മരിക്കുവാൻ ഇടയായി തീർന്നു. ആ തടവറയിൽ നിന്ന് ബറബ്ബാസ് അത് നടന്നു നീങ്ങുമ്പോൾ അവയെ പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന അവ പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് അത് തിരുവചനത്തിൽ വളരെ വ്യക്തമായി അവയെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ ഇടയായി തീരുന്നത് അവയെ മാനവരാശിക്ക് അവയെ മുഴുവനും ഒരു നിഴലായി അവയെ തടവറയിൽ നിന്ന് അവയെ വിടുതൽ പ്രാപിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ആ ബറബ്ബാസിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. യേശുനാഥൻ അവയെ സ്തോത്രം കാൽവറിയിലേക്ക് നീങ്ങുമ്പോൾ ഇതാ അനേകരെ ഒരുമിച്ച് ചേർത്ത് നിർത്തി അവയെ മരണത്തെ മുഖാമുഖമായി കണ്ട അവയെ വ്യക്തി ജീവിതത്തിന് പോലും അവയെ ആശ്വാസവും വിടുതലും ലഭിച്ച് അവയെ നടന്നു പോകുന്ന ആ ഒരു വലിയ കാഴ്ചയാണ് അവ ഇവിടെ നമുക്ക് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനിടയായിത്തീരുന്നത്. ഈ തിരുവചനം എടുത്തു പഠിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീരുന്നത് അവയെ സ്തോത്രം ബറബ്ബാസ് എന്ന് പറയുന്ന ഈ വ്യക്തി അവ മരണയോഗ്യനായിരുന്നു. മരണയോഗ്യനായിരുന്ന ഈ വ്യക്തി അവയെ സ്തോത്രം വിടുതലിന് അവയെ സ്തോത്രം അർഹനായിരുന്നില്ല എന്നാണ് നമുക്ക് തിരുവചനം എടുത്തു പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ ഇടയായി തീരുന്നത്. തന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ വ്യക്തി യാതൊന്നും അവ ചെയ്തില്ല എന്നാണ് നമുക്ക് ദൈവത്തിന്റെ വചനം എടുത്തു പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്. പക്ഷേ ഈ ബറബ്ബാസിന്റെ സ്ഥാനത്ത് യേശു
കാൽവറിയിൽ മരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. തിരുവചനം പഠിക്കുമ്പോഴെ കാണുവാൻ ഇടയായിത്തീരുന്നത് ആ മനുഷ്യൻ വിടുതലിന് വേണ്ടി മറ്റ് യാതൊന്നും ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശു കാൽവറിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ പ്രൈസ് ദി ലോർഡ് തടവറയിൽ നിന്ന് സ്വതന്ത്രനായി നടന്നു നീങ്ങുന്ന സ്തോത്രം ഒരു വ്യക്തിയെ തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ അവിടെ കാണുവാനിടയായിത്തീരുന്നത് സ്തോത്രം, ഹല്ലേലൂയ, പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മാനവരാശിയുടെ മുഴുവനും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശുനാഥന് ആ കാൽവറിയിലേക്ക് നടന്നു നീങ്ങുന്നതായി നമുക്ക് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ്, നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലാണ്. ഈ തിരുവചനമൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നത് ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 43-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നത് ആ വേദഭാഗം പഠിക്കുമ്പോൾ ഇപ്രകാരമാണ് നമുക്ക് കാണുവാനിടയായിത്തീരുന്നത്. യേശുവിന്റെ കൂടെ സ്തോത്രം, ആ ക്രൂശിൽ തറയ്ക്കപ്പെട്ട ഒരു കള്ളന് പറുദീസ ലഭിക്കുവാൻ ഇടയായി തീർന്നു എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ യേശുവിന്റെ ക്രൂശീകരണം മുഖാന്തരം പ്രൈസ് ദി ലോർഡ് അനേകർക്ക് പല നിലകളിലുള്ള ലാഭവും വിടുതലും ലഭിക്കുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ ഇടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കുറ്റവാളിയായ ആ ഒരു കള്ളന് യേശുവിന്റെ ക്രൂശിനോട് ചേർന്ന് അവന്റെ അരികിൽ കിടന്നുകൊണ്ട് വളരെ വ്യക്തമായി നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഒന്നോർത്തുകൊള്ളണമേ എന്ന് നിലവിളിച്ചതായ സമയത്ത് യേശുനാഥൻ പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു ആ ക്രൂശിൽ മരിക്കുമ്പോൾ ഒരു യോഗ്യതയുമില്ലാത്ത സ്തോത്രം, ഹല്ലേലൂയ, ഒരു വിടുതലിനും അർഹനല്ലാത്ത സ്തോത്രം ആ കുറ്റവാളി യേശുവിനെ ഒരു ഒറ്റ വാക്കിൽ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഒന്നോർത്തുകൊള്ളണമേ എന്ന് സ്തോത്രം നിലവിളിച്ച് യേശുവിനോട് സങ്കടം ബോധിപ്പിച്ചപ്പോൾ കരുണയുള്ള നല്ല കർത്താവ് പറയുകയാണ്, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ പാദാംബികത്തിലേക്ക് അടുത്തു വരുന്ന ഒരു ദൈവത്തിന്റെ പൈതല് നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഭാരങ്ങളും എല്ലാം നിരത്തി വെച്ചുകൊണ്ട് നാം ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മെ ആദരിക്കുന്ന അനുഗ്രഹിക്കുന്ന നല്ല കർത്താവാണ്. നാം സേവിക്കുന്ന സർവശക്തനായ ദൈവമെന്ന് തിരുവചനത്തില് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. വിടുതലിന് അർഹനല്ലായിരുന്നു, ഒരു കുറ്റവാളിയായിരുന്നു. പക്ഷേ അല്പസമയം യേശുവിന്റെ അരികിൽ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കുറ്റവാളിയായ ആ മനുഷ്യന് മനസ്സിലായി യേശു രാജ്യത്വം പ്രാപിച്ചു വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ആ വ്യക്തി പ്രൈസ് ദി ലോർഡ് ഒറ്റ വാക്കിൽ പറഞ്ഞു, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഒന്നോർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ തകർന്ന ഹൃദയത്തോടെ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുവാൻ ഇടയായി തീർന്നിട്ട് യേശുനാഥൻ പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത് സ്തോത്രം, വേദനയിലും ദുഃഖത്തിലും ഭാരത്തിലുമായിരുന്ന അനേക പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ചുകൊണ്ട്, അനേകർക്ക് ധൈര്യം പകർന്നുകൊണ്ട്, അനേകരെ ചേർത്ത് നിർത്തി ശത്രുക്കളെ മിത്രമാക്കി മാറ്റിയിട്ട് യേശുനാഥന് ആ കാൽവറിയിലേക്ക് നടന്നു നീങ്ങുന്നതായി നമുക്ക് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ഈ ദൈവവചനത്തിന്റെ ആഴങ്ങൾ നമ്മൾ എടുത്തു പഠിച്ചാൽ നമുക്കവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത്, നാം കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ അതേ സ്തോത്രം നമുക്ക് അത് കഴിയുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. അതേ നാം പ്രാർത്ഥനയോടെ, അതേ നാം സ്തോത്രത്തോടും സ്തുതികളോടും ഒക്കെ അതേ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുവാനിടയായിത്തീരും. സമുദായ ചർച്ചിൽ നിന്നൊക്കെ നമ്മൾ അതേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് അവസരം ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനും അത് എൻ്റെ ചെറുപ്രായത്തിൽ സമുദായ സഭകളുടെ ചില കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ അതേ സർവശക്തനായ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അതേ ലഭിക്കുന്ന സമയങ്ങളൊക്കെ നമ്മൾ സ്തോത്രവും സ്തുതിയും ഒക്കെ പറഞ്ഞ് അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരും. എന്നാൽ അതേ സമുദായ സഭകളിൽ അവയെ സ്തോത്രം അവരെ പാടിപ്പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിതാക്കന്മാരവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥാ, കൃപ വേണം ഞങ്ങളിലെന്നും. എൻ്റെ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീ നാഥാ ചെയ്യരുതേ. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക പിതാക്കന്മാര്. ആയിരങ്ങളുടെ ആയിരം സ്തോത്രം പറഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ദിവസം പ്രഭാതത്തിൽ അതേ നമ്മൾ എഴുന്നേറ്റിട്ട് രാത്രി സന്ധ്യയുടെ യാമത്തിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുൻപ് ആയിരങ്ങളുടെ ആയിരം സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. ആയിരങ്ങളുടെ ആയിരമായി അളവ് കൂടാതെ നിനക്ക് സ്തുതി. അപ്പൊ ആയിരങ്ങളുടെ ആയിരം ഒന്ന് കൂട്ടി നോക്കിയാൽ 10 ലക്ഷം സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. 10 ലക്ഷം സ്തോത്രം പറഞ്ഞതിന് ശേഷം മാത്രമേ അതേ ഒരു ദിവസം പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് സന്ധ്യയുടെ യാമത്തിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുൻപ് ഈ 10 ലക്ഷം സ്തോത്രം പറയണം. നമുക്ക് പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. പ്രഭാതത്തിൽ 5 മണിക്ക് എഴുന്നേറ്റ് ഒരു ഗ്ലാസ് കടുങ്കാപ്പി കുടിച്ചിട്ട് ഒരു കസേരയിട്ടിരുന്ന് അതേ സ്തോത്രം 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 എന്ന് മാത്രം പറഞ്ഞ് അതേ രാത്രി 10 മണി വരെയും ഇരുന്നാല് അതേ സ്തോത്രം നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത് 7,45,000 സ്തോത്രം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകരുത്. അതേ സ്തോത്രം മറ്റ് യാതൊരു കാര്യങ്ങൾക്കും പോകാതെ അതേ സ്തോത്രം നമ്മൾ സ്തോത്രം പറഞ്ഞാൽ രാത്രി 10 മണിയാകുമ്പോൾ 7,45,000 സ്തോത്രം പറയുവാൻ കഴിയും. വീണ്ടും കിടക്കുന്നു 2,55,000 സ്തോത്രം. പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുക, ഇത് പറഞ്ഞിട്ടേ നീ കിടന്നുറങ്ങാവൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞതിന് ശേഷം മാത്രമേ രാത്രി വിശ്രമിക്കാവൂ എന്നവിടെ എഴുതി വെച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അതേ കരുണയുള്ള നല്ല കർത്താവ് അത് നമുക്ക് വേണ്ടി സഹിച്ച വേദനകളും അതേ ഭംഗപ്പാടുകളും ഓർത്താൽ അതേ നമുക്ക് എത്ര സ്തുതിച്ചാലും അതേ മതി വരുത്തില്ല. എണ്ണി എണ്ണി നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. അത് എത്രത്തോളം സമയം നമുക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇരുന്ന് അത് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലാണ്, അനുഗ്രഹമാണെന്ന് അതേ സ്തോത്രം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആയിരങ്ങളുടെ ആയിരം അതേ സ്തോത്രം പറഞ്ഞതിന് ശേഷം മാത്രമേ നാം വിശ്രമിക്കാവൂ എന്നവിടെ എഴുതി വെച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ അത് ദൈവത്തിന്റെ സന്നദ്ധിയിൽ കടന്നു വന്ന് സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അതേ നന്മകളും ഉപകാരങ്ങളും ഇതെല്ലാം ഓർത്തുകൊണ്ട് അതേ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീരണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലാണ്, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഞാൻ അത് ദൈവസന്നിധിയിൽ ഈ അതേ ദൈവവചനം ആഴമായി പഠിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ ഈ പഴയ അതേ സ്തോത്രം പിതാക്കന്മാർ എഴുതി വെച്ചൊക്കെ ചിലതിങ്ങനെ ധ്യാനിക്കും. അതിനകത്തൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ, അതിൻ്റെ ആഴങ്ങൾ എന്താണ് എന്ന് പലപ്പോഴും ഞാൻ അത് ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ പിതാക്കന്മാർ യേശുവിൻ്റെ അതേ സ്ഥലം മരണത്തെക്കുറിച്ച് അത് എഴുതി വച്ചിരിക്കുന്നു. യേശു അതേ ക്രൂശിൽ മരിച്ച് അതേ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുനാഥന് അതേ സ്തോത്രം യേശുവിന് മുൻപ് മരിച്ചതായ അതേ യോഹന്നാൻ സ്നാപകൻ വരെയും അതേ മരിച്ചതായ സ്ഥലത്തേക്ക് അതേ കടന്നു ചെന്നു. ആദം മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയും അതേ മരിച്ച് അവർ പിതാക്കന്മാർ വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് അത് യേശുനാഥൻ കടന്നു ചെല്ലുമ്പോൾ ഈ പിതാക്കന്മാരെല്ലാവരും യേശുവിനെ കണ്ട് ഭയപ്പെട്ടു നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.
അവർ തെറ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും ഭയപ്പെട്ട് നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ അവരെ നോക്കി യേശുനാഥൻ പറയുന്നു, നീ തെറ്റുകൾ ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാൽ കയ്പും കുടിച്ചു ഞാൻ, നഗ്നതയാൽ നീ ഇലകൾ ചാർത്തി, നഗ്നതയോടെന്നെ അവർ തൂക്കി, ഞാൻ ചിന്തിയ രക്തത്താൽ പൊയ്ക്കോപം താതന്റെ. അവരെ യേശുനാഥൻ ആശ്വസിപ്പിക്കുക. നിങ്ങളാരും പേടിക്കണ്ട, നിങ്ങളാരും ഭയപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞവരെ ധൈര്യപ്പെടുത്തുവാനിടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നത്, നീ തെറ്റുകൾ ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടി. പ്രൈസ് ദി ലോർഡ്. തിരുവചനം എടുത്ത് പഠിച്ചാൽ നമുക്ക് അവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത്, യേശുനാഥനെ ചാട്ടവാറുകൾ കൊണ്ടടിക്കുവാൻ വേണ്ടി പടയാളികൾ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയി. 2 കൈകളും 2 കാലുകളും വലിച്ചു ബന്ധിച്ചു. ഭാരമേറിയ ഒരു തടിക്കഷ്ണമെടുത്ത് യേശുവിന്റെ തോളിൽ വെച്ചിട്ട് 2 പടയാളികൾ യേശുവിന്റെ അരികിലേക്ക് വന്നു. 120 ഒട്ടകത്തിന്റെയും കുതിരകളുടെയും തോൽവാറുകൾ 7ആയി കൂട്ടിപ്പിന്നിയിട്ട് അതിന്റെ അറ്റത്ത് സൂചിയും ഇരുമ്പുണ്ടകളും അസ്ഥികളും എല്ലാം കൂട്ടി ചേർത്ത് പിന്നിയിട്ട് ഈ 2 ചമ്മട്ടികളുമായിട്ട് യേശുവിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. ഈ ചാട്ടവാറുകൾ കൊണ്ട് യേശുവിന്റെ പുറത്തേക്ക് അവർ ആഞ്ഞടിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ചാട്ടവാറുകൾ പൊട്ടിപ്പോകാതിരിക്കുക വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും അടിക്കുകയാണ്. ഇവിടെ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നു, നീ തെറ്റുകൾ ചെയ്തതിനെല്ലാം ഞാൻ അടികൊണ്ടു. പ്രൈസ് ദി ലോർഡ്. നീ ചെയ്ത സകല തെറ്റുകൾക്കും ഓരോ ചാട്ടവാറുകൊണ്ടും ഞാൻ അടിയേൽക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ഭയപ്പെടരുത്, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിച്ചു. ദൈവത്തിന്റെ മക്കളെ, സ്തോത്ര. ഹല്ലേലൂയ. നാം ചെയ്ത ഓരോ തെറ്റുകൾക്കും എണ്ണി 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 അടി വാങ്ങിയ ആ കരുണയുള്ള നാഥന്റെ സന്നദ്ധിയിൽ ഇന്ന് രാത്രി നാം ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയില്ല. എത്ര സ്തുതിച്ചാലും നമുക്ക് മതി വരികയില്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകള്, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങള്, ഇതെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീരണം. ഇവിടെ തിരുവചനത്തിൽ കാണുവാൻ ഇടയായി തീരുന്നത് 2 പടയാളികള് 2 ചമ്മട്ടികളുമായി യേശുവിന്റെ അരികിൽ നിൽക്കുകയാണ്. ഒന്ന് കുറയാതെ 40 അടി. എന്നാൽ 39 അടി അടിച്ചു. 40ാമത്തെ അടിയടിക്കുവാൻ സ്ഥലമില്ലാതെ കന്നുകാലി ഉഴുതുമറിച്ച കണ്ടം പോലെയായിരുന്നു എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നു, നിങ്ങൾ ചെയ്ത സകല തെറ്റുകൾക്കും യേശുനാഥൻ അടികൊണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ രാത്രി കടന്നു വന്ന് ഐക്യതയോടെ സ്നേഹത്തോടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുക, ദൈവ സന്നിധിയിൽ വിഷയങ്ങൾ നിരത്തി വെച്ച് പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം നമുക്കൊരുക്കിയ നല്ല അവസരമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ്. ഇവിടെ പിതാക്കന്മാർ എഴുതി വെച്ചു, നീ തെറ്റുകൾ ചെയ്തതിന് എല്ലാം അടികൊണ്ടു ശിക്ഷ അനുഭവിച്ചു. രണ്ടാമത് പിതാവിനെ നോക്കി, ആദമിനെ നോക്കി പറയുകയാ, ഏതൻ കനി നീ തിന്നതിനാൽ ഞാൻ കയ്പ് കുടിച്ചു. ക്രൂശിൽ കിടക്കുന്ന കർത്താവ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതായ സമയത്ത് യേശുവിന് കുടിക്കുവാൻ കൊടുത്തത് കയ്പ് നീരായിരുന്നു. ഇതെല്ലാം മാനവരാശി ചെയ്ത തെറ്റിന് ശിക്ഷയായിട്ടാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏവൻ കനി നീ തിന്നതിനാൽ അവേ ഞാൻ കയ്പുനീർ കുടിച്ചു എന്ന് ഇവിടെ തിരുവചനത്തിൽ വളരെ വ്യക്തമായി അവയെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുനാഥൻ ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് അവയെ പറഞ്ഞതായ സമയത്ത് ആ കയ്പുനീർ കുടിക്കുവാൻ കൊടുത്തതിന്റെ കാരണം ആദ്യ പിതാക്കന്മാർ ചെയ്ത തെറ്റിന് ശിക്ഷയായിട്ട് യേശു അത് അനുഭവിച്ചു. അതുകൊണ്ടാണ് ഭയത്തോടുകൂടി നിൽക്കുന്ന പിതാക്കന്മാരുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ചെയ്ത ഓരോ തെറ്റുകളും ഓർത്താണ് നിങ്ങൾ ഭയപ്പെടുന്നത്. അവരെല്ലാം ഞാൻ എണ്ണി ഞാൻ ശിക്ഷ അനുഭവിച്ചു എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു സർവശക്തനായ ദൈവം, പ്രൈസ് ദി ലോർഡ്, ഭാരത്തോടെ വേദനയോടെ ആരെങ്കിലും ദൈവത്തിന്റെ സന്നദ്ധയിൽ ആയിരിക്കുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം വ്യക്തിപരമായി നമ്മോട് സംസാരിക്കും, നമ്മോട് ഇടപെടും. ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ കാതിൽ മുഴങ്ങുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറുവാൻ ഇടയായിത്തീരും. കയ്പ് നീര് യേശു കുടിച്ചതും പിതാക്കന്മാർ ചെയ്ത തെറ്റിനായിരുന്നു. വീണ്ടും പറയുകയാണ്, നഗ്നതയാൽ നീ ഇലകൾ ചാർത്തി, അതിനും ഞാൻ ശിക്ഷ അനുഭവിച്ചു. എൻ്റെ വസ്ത്രം അവർ പങ്കിട്ടെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ വസ്ത്രമെല്ലാം അവർ മാറ്റിവെച്ചിട്ട് ആ വസ്ത്രം അവർ പങ്കിട്ടെടുക്കുകയായിരുന്നു, ആ അങ്കിക്ക് അവർ ചീട്ടിടുകയായിരുന്നു എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശുനാഥൻ പറയുന്നത് സ്തോത്രം, എന്റെ വസ്ത്രം പോലും എനിക്ക് തരാതിരുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് പിതാക്കന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ ചെയ്ത ഓരോ തെറ്റുകൾക്കുമാണ് ഞാൻ ഈ ശിക്ഷ അനുഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വിടുതലുകൾ, സ്തോത്രം, ഹല്ലേലൂയ, നാം സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി സഹിച്ച ആ കഷ്ടപ്പാടുകൾ അതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീരണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായി അനുഗ്രഹമായി മാറുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ആദിമ പിതാവായ ആദമും ഹവ്വയും അവർ തെറ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവർ നഗ്നരെന്ന് കണ്ട് അവർ ഇല കൊണ്ടൊരു വസ്ത്രമുണ്ടാക്കി. യേശുനാഥൻ പറഞ്ഞു, അതിനുപോലും ഞാൻ ശിക്ഷ അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. നഗ്നതയാൽ നിങ്ങൾ ഇല കൊണ്ട് വസ്ത്രമുണ്ടാക്കിയത് കൊണ്ട് ആ ക്രൂശിന്മേൽ ഞാൻ കയറിയപ്പോൾ എന്റെ വസ്ത്രം പോലും അവർ എനിക്ക് തന്നില്ല. അതെല്ലാം സ്തോത്രം അവർ പങ്കിട്ടെടുക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് എണ്ണി ചെയ്ത ഓരോ തെറ്റുകൾക്കും ഞാൻ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ശിക്ഷ അനുഭവിച്ചു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ട് ധൈര്യപ്പെടുത്തുന്ന യേശുനാഥൻ. പ്രൈസ് ദി ലോർഡ്. അവസാനം പറയുകയാണ്, ഞാൻ ചിന്തിയ രക്തത്താൽ പൊയ്ക്കോപം, മാനവരാശിയുടെ മുഴുവനും പാപം ഞാൻ ക്രൂശിൽ ചിന്തിയ രക്തത്താൽ കഴുകപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്, ഭയത്തോടെ ആയിരിക്കരുത്, ഭാരത്തോടെ ആയിരിക്കരുത്. അതിനെല്ലാം എണ്ണി ഞാൻ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ട് യേശുനാഥനവരെ ധൈര്യപ്പെടുത്തുവാൻ ഇടയായി തീർന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം തിരുവചനം എടുത്തു പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ ഇടയായി തീരുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവിന്റെ അരികിൽ തെറ്റ് ചെയ്ത് സ്തോത്ര അരികിൽ കിടന്ന കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. കാരണം ഞാൻ അതിനെല്ലാം ഇവിടെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിനെല്ലാം നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റിനും ഞാനിവിടെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പർദീസ വാഗ്ദാനം ചെയ്യുക സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്.
യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന് 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാനിടയായിത്തീരുന്നത് പടയാളികൾക്ക് യേശുവിൻ്റെ വസ്ത്രം ലഭിച്ചു. യേശുവിൻ്റെ വസ്ത്രം അവർ പങ്കിട്ട് പലർക്കുമായി കൊടുത്തു. അതേ സ്തോത്രം. യേശുവിൻ്റെ അങ്കി അത് തുന്നൽ കൂടാത്ത അങ്കിയായിരുന്നു. തുന്നൽ കൂടാത്ത അങ്കി എനിക്ക് വേണമെന്ന് പറഞ്ഞ് പലരും അതേ സ്തോത്രം ആവശ്യപ്പെട്ടപ്പോൾ നമുക്കവിടെ കാണുവാനിടയായിത്തീരുന്നത് തുന്നൽ കൂടാത്ത അങ്കിക്ക് അവർ ചീട്ടിട്ടു. ഹല്ലേലൂയ. അപ്പോൾ നമുക്കിവിടെ തിരുവചനത്തെ കാണുവാൻ ഇടയായിത്തീരുന്നത് ഹല്ലേലൂയ, അത് യേശുവിനെ ക്രൂശിൽ തറയ്ക്കുവാൻ വേണ്ടി കൊണ്ടുപോയ പടയാളികൾക്കെല്ലാം അതിനോട് ചേർന്ന് നിന്ന് അനേക പ്രിയപ്പെട്ടവർക്ക് അവര് അധ്വാനിച്ചതിന്റെ കൂലി ഓരോരുത്തരുടെയും കരങ്ങളിൽ അത് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. വസ്ത്രം പങ്കിട്ട് കൊടുത്തു, അങ്കി ചീട്ടിട്ട് കൊടുത്തു. ഇനി ചോദിച്ചു, യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയതിൽ ആർക്കെങ്കിലും പടയാളികളിൽ നന്മ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അരികിൽ വിളിച്ചു. അവർക്ക് വേണ്ടുവോളം പണം അവരുടെ കരങ്ങളിൽ കൊടുക്കുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. തിരുവചനം എടുത്ത് പഠിക്കുമ്പോൾ ഇവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത് അതേ സ്തോത്രം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത് യേശുവിന്റെ വസ്ത്രം ലഭിക്കാത്ത പടയാളികൾ, യേശുവിന്റെ അങ്കി ലഭിക്കാത്ത പടയാളികൾ, യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി അതിന്റെ മുൻപിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി ജീവിതങ്ങൾക്കെല്ലാം സ്തോത്രം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അരികിലേക്ക് വിളിച്ചിട്ട് അവരുടെ കരങ്ങളിൽ പണം കൊടുത്ത് അവരെ പറഞ്ഞയക്കുവാൻ ഇടയായി തീർന്നു എന്ന് ഇവിടെ തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവചനം നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീരുന്നത് പ്രൈസ് ദി ലോർഡ്, കരുണയുള്ള നല്ല കർത്താവ് സഹിച്ച പങ്കപ്പാടുകൾ, ആ വേദനകളെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിന്റെ ആഴങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത് പ്രൈസ് ദി ലോർഡ്, യേശുവിന്റെ ക്രൂശീകരണം മുഖാന്തരം അനേകർക്ക് ലാഭം ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം സ്തോത്രം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ ഇടയായിത്തീരുന്നതിന്റെ 3-ാമത്തെ വാക്യത്തിന് താഴേക്ക് പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത് യേശുവിനെ ഒറ്റിക്കൊടുത്ത 30 വെള്ളിക്കാശുമായി യൂദാ നടന്നു നീങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് പുരോഹിതന്മാർ അരികിൽ കൊണ്ടുവന്ന് പുരോഹിതന്മാരെ കരങ്ങളിൽ കൊടുത്തിട്ട് പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു. ഈ പണം എൻ്റെ കരങ്ങളിൽ ഇരിക്കുമ്പോൾ എനിക്ക് സമാധാനമില്ല, ഇതെന്റെ കരങ്ങളിൽ ഇരിക്കുമ്പോൾ എനിക്ക് സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞ് സമാധാനം നഷ്ടപ്പെട്ട വ്യക്തി ഇതാ അതുമായി പുരോഹിതന്മാർ അരികിലേക്ക് പോകുകയാണ്. പുരോഹിതന്റെ അരികിൽ ചെന്ന് വിവരം പറയുമ്പോൾ പുരോഹിതൻ എങ്ങനെയാണ് പറയുന്നത്? ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്വർഗത്തിൽ പോകുവാൻ ഏതെങ്കിലും വഴിയുണ്ടായിരുന്നുവെങ്കിൽ യൂദയ്ക്ക് പോകാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ ഒറ്റിക്കൊടുത്ത് കരങ്ങളിൽ ലഭിച്ച 30 വെള്ളിക്കാശുമായി സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ പുരോഹിതന്മാരുടെ അരികിൽ ചെന്ന് ഈ വിഷയങ്ങൾ പറയുമ്പോൾ പുരോഹിതന്മാർ ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത് 30 വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് തിരുവചനം പഠിക്കുന്നതിലൂടെ കാണുവാൻ ഇടയായിത്തീരുന്നത് ഒരു പരദേശി മരിച്ചാൽ ആ പരദേശിയെ ശവസംസ്കാര ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അവർക്കൊരു സിമിത്തേരി ഇല്ലാതെ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നതായ സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിനെ ഒറ്റിക്കൊടുത്ത 30 വെള്ളിക്കാശ് കരങ്ങളിൽ എടുത്തുകൊണ്ട് മുൻപോട്ട് പോയി പുരോഹിതന്മാരുടെ അരികിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ 30 വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു. ആ 30 വെള്ളിക്കാശ് കൊണ്ട് തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പരദേശികൾക്ക്
ഒരു ശ്മശാന സ്ഥലം വാങ്ങിയിട്ടു. എൻ്റെ യേശു ക്രൂസിൽ യാഗമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രൂസിൽ മരിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനിടയായിത്തീരുന്നത് ശത്രുവിനെ മിത്രമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത ചിതറിക്കിടന്നതായ യഹൂദനെയും യാദിയെയും അവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തി. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സ്നേഹത്തോടെ നിൽക്കണം, എല്ലാവരും ഐക്യതയോടെ നിൽക്കണമെന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ട് ഒരു വച്ച പൈൻമര കുരിശും ചുമന്നുകൊണ്ട് അത് തലയോടിടമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവ യേശുനാഥൻ നടന്നു നീങ്ങുമ്പോൾ ക്രൂസിൽ കിടന്നുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു, സകലതും നിവൃത്തിയായി. പ്രൈസ് ദി ലോർഡ്. യേശു ചെയ്തു തീർക്കേണ്ടതെല്ലാം ചെയ്തു തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെല്ലാം വളരെ ഭംഗിയായി അത് യേശുനാഥൻ ചെയ്യുവാൻ ഇടയായി തീർന്നു എന്ന് അത് തിരുവചനത്തില് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ ഇടയായി തീരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവദാസന്മാർ ദൈവത്തിന്റെ മക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ച പങ്കപ്പാടുകൾ ഒന്നോർത്താൽ നമുക്ക് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. തിരുവചനം എടുത്തു പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് റോമൻ ഗവൺമെന്റിന്റെ നിയമമനുസരിച്ച് പ്രൈസ് ദി ലോർഡ് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത് അവ അന്നുവരെയും ഒരു കുറ്റവാളിയായി ക്രൂശിൽ തറയ്ക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ ശരീരം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അവരുടെ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, പ്രിയപ്പെട്ടവരാരും വന്ന് ചോദിച്ചാലും അവരുടെ ശരീരം വിട്ടുകൊടുക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ആ ക്രൂസിൽ നിന്നും അത് ഇറക്കിയതിന് ശേഷം അതിൻ്റെ അരികിലുള്ള ഒരു അഗാധ കൂപത്തിലേക്ക് ഇതിനെ വലിച്ചെറിയും. പ്രൈസ് ദി ലോർഡ്. ആർക്കും വിട്ടുകൊടുക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൂസിൽ മരിച്ച ഉടനെ നമുക്കവിടെ കാണുവാനിടയായിത്തീരുന്നത് രഹസ്യത്തിലിരുന്നു കൊണ്ട് യേശുവിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി യേശുവിന്റെ ശിഷ്യനാകുന്ന അരമത്യയിലെ ജോസഫ് എന്ന് പറയുന്ന ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരമത്യയിലെ ജോസഫ് യേശുവിന് വേണ്ടി ചില വൻകാര്യങ്ങൾ ചെയ്തു. ആരും അതറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. രഹസ്യത്തിൽ മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ടാക്കി. ആ മനോഹരമായ പൂന്തോട്ടത്തിൽ കല്ലറ വെട്ടിയുണ്ടാക്കി. അവയെ സ്തോത്രം നിർമ്മല ശീലകൾ വാങ്ങിവെച്ചു. അവയെ സുഗന്ധവർഗങ്ങൾ വാങ്ങിവെച്ചിട്ട് യേശുവിന്റെ കൂടെയുള്ള ശിഷ്യന്മാരെല്ലാവരും യേശുവിനോട് ചേർന്ന് നടക്കുമ്പോൾ അവ രഹസ്യത്തിൽ എന്റെ യേശുവിന് വേണ്ടി എനിക്ക് ചിലത് ചെയ്യണമെന്ന് പറഞ്ഞ് അവ രഹസ്യമായി അവ ചിലത് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രൂസിൽ മരിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞ ഉടനെ പീലാത്തോസിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, യേശുവിന്റെ ശരീരം എനിക്ക് തരണം, എനിക്ക് വിട്ടു തരണം. പ്രൈസ് ദി ലോർഡ്. കാരണം അന്ന് വരെയും അവയെ ഈ ക്രൂസിൽ അവയെ മരിച്ച കുറ്റവാളിയുടെ ഒരു ശരീരവും വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷേ സർവശക്തനായ ദൈവം അരമത്യയിലെ ജോസഫിനെ മുന്നമേ കണ്ടിരുന്നു. ശ്രേഷ്ഠ മന്ത്രിയായിരുന്നു. സാധാരണ ഒരു മനുഷ്യൻ ചെന്നിട്ട് അരമത്യയിലെ ജോസഫ് അല്ലാതെ വേറെ ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ പീലാത്തോസിന്റെ അരികിൽ ചെന്നിട്ട് യേശുവിന്റെ ശരീരം എനിക്ക് തരണമെന്ന് അത് പറഞ്ഞാൽ വിട്ടുകൊടുക്കില്ല. കാരണം ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്ന അരമത്യയിലെ ജോസഫ് അവയെ സ്തോത്രം അവയെ ഹെരോദാവിന്റെയും പീലാത്തോസിനോട് ചേർന്ന് അവയെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിയാണ് ചെന്നിട്ട് പറഞ്ഞത്, എനിക്ക് ഈ ശരീരം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അരമത്യയിലെ ജോസഫ് പറഞ്ഞ ഉടനെ യേശുവിന്റെ ശരീരം വിട്ടുകൊടുത്തു. അരമത്യയിലെ ജോസഫ് രഹസ്യമായി അവ യേശുവിന് വേണ്ടി ആരും അറിയാതെ അവയെ സ്തോത്രം തന്റെ സ്വന്തം പുരിയെടുത്ത് അവയെ മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മനോഹരമായ ഒരു കല്ലറ വെട്ടിയുണ്ടാക്കി അത് നിർമ്മല ശീലകളും സുഗന്ധവർഗങ്ങളും വാങ്ങി കാത്തിരിക്കുകയാ. എന്റെ യേശുവിന് വേണ്ടി ആരും അറിയാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അതേ സ്തോത്രം വളരെ അതേ ശാന്തമായി അതേ കാത്തിരിക്കുകയാ.
മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷങ്ങളും വളരെ വ്യക്തമായി പറയുന്നത് അരിമത്യയിലെ ജോസഫ് ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. ഈ 4 സുവിശേഷത്തിലും പറയുന്നത് അരിമത്യയിലെ ജോസഫ് രഹസ്യ ശിഷ്യനായിരുന്നു എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. പക്ഷെ പരസ്യമായി നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നു. ഹല്ലേലൂയ. പരസ്യമായിട്ട് അത് പീലാത്തോസിന്റെ മുൻപിൽ യേശുവിന്റെ ശരീരം എനിക്ക് വേണമെന്ന് അത് ധൈര്യത്തോടെ പറയത്തക്ക നിലയിൽ അത് പരസ്യമായി നിൽക്കേണ്ട സ്ഥാനത്ത് യേശുവിന്റെ ശിഷ്യന്മാർ മറ്റെല്ലാവരും ഭയപ്പെട്ട് മാറിയപ്പോൾ അത് ധൈര്യത്തോടെ നിന്നു. എനിക്കെന്റെ യേശുവിന്റെ ശരീരം വേണം. പ്രൈസ് ദി ലോർഡ്. ആ ശരീരം ചോദിച്ചു വാങ്ങിച്ചു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നിലയിലെ ഒരു ശുശ്രൂഷ അവിടെ വളരെ ഭംഗിയായി അവ ഒറ്റയ്ക്ക് ചെയ്യുവാൻ കഴിവില്ല. അവ സ്തോത്രം നിക്കോദിമോസിനെ കൂടെ വിളിച്ചു, എന്നെ സഹായിക്കണം. നിക്കോദിമോസും കൂടെ ചെന്ന് ക്രൂസിൽ നിന്ന് യേശുവിന്റെ ശരീരം ഇറക്കി. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരുടെ ക്രമീകരണങ്ങളെല്ലാം അവ ചെയ്തു വെക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ഈ വേദഭാഗം പഠിച്ചപ്പോൾ എന്നെ ആഴമായി ചിന്തിപ്പിച്ചത് അന്ന് വരെയും ക്രൂസിൽ അതേ മരിച്ച ഒരു കുറ്റവാളിയുടെ ശരീരം ആർക്കും വിട്ടുകൊടുത്തില്ല. അഗാധ കൂപത്തിലേക്ക് അതിനെ വലിച്ചെറിയുമായിരുന്നു. യേശുവിന്റെ ശരീരം അങ്ങനെയായിരുന്നുവെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവചനം വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അവസ്ഥയുടെ അരിമത്യയിലെ ജോസഫിനെ സർവശക്തനായ ദൈവം മുന്നമേ കണ്ടു. ഈ വേദഭാഗം ഞാൻ പഠിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത്, ഈ ഭൂമിയിൽ സർവശക്തനായ ദൈവം നമുക്കൊരു സ്വാധീനം തന്നിട്ടുണ്ടെങ്കിൽ അവ യേശുവിന് വേണ്ടി വിനിയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. അവ യേശുവിന് വേണ്ടി വിനിയോഗിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം നമ്മെ മറക്കില്ല, നമ്മുടെ തലമുറകളെ മറക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേശത്ത് സർവശക്തനായ ദൈവം നമ്മെ ഉയർത്തുക, അവയെ മാനിക്കുക, അവയെ ഇടയായി തീരും. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് കാണുവാൻ ഇടയായി തീരുന്നത് അരിമത്യയിലെ ജോസഫ് തന്റെ സ്വാധീനം. ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചു, യേശുവിന്റെ ശരീരം ചോദിച്ചുകൊണ്ട് പോയതിനു ശേഷം ഒരുപക്ഷെ മന്ത്രിസ്ഥാനത്തു നിന്നും അരിമത്യയിലെ ജോസഫിനെ നീക്കം ചെയ്ത് കാണും. കാരണം റോമൻ ഗവൺമെന്റ് കുറ്റവാളിയായി ക്രൂശിൽ തറച്ച ആ യേശുവിന്റെ ശരീരമാണ് ചെന്ന് വാങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടാലും ഒരുപക്ഷെ നമ്മുടെ സ്വാധീനം നഷ്ടപ്പെട്ടേക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ യേശുവിന് വേണ്ടി നിന്നിട്ട് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ മക്കളെ, അതെല്ലാം നമുക്ക് തിരിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതെല്ലാം അത് തിരിച്ച് നമ്മുടെ കരങ്ങളിൽ തന്ന് അതെ നമ്മെ ആദരിക്കുവാൻ, നമ്മെ മാനിക്കുവാൻ അത് സർവശക്തനായ ദൈവത്തിന് കഴിവുണ്ടെന്ന് അത് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ ഇടയായി തീരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് അത് ഈ രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചരിത്രം തിരുത്തി എഴുതി അരിമത്യയിലെ ജോസഫാണ് യേശുവിൻ്റെ ശരീരം ആദ്യം ക്രൂശിൽ നിന്ന് വാങ്ങുന്നത്. അതുവരെയും ഒരൊറ്റ അത് കുറ്റവാളിയുടെ ശരീരം പോലും ക്രൂശിൽ നിന്ന് അത് അവർക്ക് വിട്ടുകൊടുത്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. സമയം മുൻപോട്ട് പോകുന്നു. ഞാൻ ദിവസത്തിലിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ നമ്മെ കേൾപ്പിച്ച ദൂതിന് മുൻപാകെ, ആലോചനയ്ക്ക് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അരിമത്യയിലെ ജോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കരുണയുള്ള നല്ല കർത്താവ് യേശുവിന്റെ ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് ഒരു ഭവനത്തിന്റെ ഉള്ളറയിലായിരിക്കുന്ന ആ സമയത്ത് യേശു ആ ഭവനത്തിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിച്ചെന്നു. യേശുവിന്റെ കരങ്ങളിലുള്ള ആണിപ്പാട്, യേശുവിന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയ പാട് അവരെ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ മരണത്തിലൂടെ കടന്നുപോയതിന്റെ അടയാളമാണിത്. പക്ഷെ മരണത്തിന് എന്നെ തടങ്കലിൽ ഒതുക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. ഞാനിപ്പോൾ പുനരുദ്ധാനത്തിന്റെ ശക്തിയോടെ അത് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിച്ചു. യേശു പറഞ്ഞു, ഇന്ന് ഈ മുറിപ്പാടിൽ നിങ്ങളൊന്ന് തൊട്ടു നോക്കുക.
എന്റെ കരങ്ങളിലും എന്റെ കാൽപാദങ്ങളിലും എന്റെ ബിലാപ്പുറത്തുമുള്ള ഈ ആണിപ്പഴുതുകളിൽ അതെ നിങ്ങളൊന്ന് തൊട്ടു നോക്കുക. കാരണം ഞാൻ മരണത്തിലൂടെ കടന്നുപോയതിന്റെ അടയാളമാണത്. അവരെ ധൈര്യപ്പെടുത്തി. നിങ്ങൾ അവയെ മുൻപോട്ട് പോകുമ്പോൾ അവയെ സ്തോത്രം ഹല്ലേലൂയ ചില മുറിപ്പാടുകൾ അവയെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ മുറിപ്പാടിന്റെ ആഴമനുസരിച്ചായിരിക്കും നിങ്ങളുടെ മേൽ പുനരുദ്ധാനത്തിന്റെ ശക്തി പകരുന്നത്. ക്രൈസ്തലോ മുറിപ്പാടിന്റെ ആഴമനുസരിച്ച് ആ പുനരുദ്ധാനത്തിന്റെ ശക്തി പകർന്ന് അവയെ നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ ആ വിലപ്പെട്ട സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് അവയെ നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ശിരസ് ഛേദിക്കുമ്പോൾ ആ ശിരസ് ഇങ്ങനെ ഉരുണ്ടു പോവുകയാണ്. അത് പൊക്കൊണ്ടിരിക്കുമ്പോൾ ആ നാവിൽ നിന്ന് വീണ വാക്കാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞത്. ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ഇറങ്ങി വന്നു. അതെ, ആ സമയത്ത് അതെ തന്റെ ഭക്തനെ ബലപ്പെടുത്തുക ഇടയായി തീർന്നു എന്ന് അതെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, താങ്ങുവാൻ കഴിയാത്ത വേദനകളും ഭാരങ്ങളും ദുഃഖങ്ങളും അതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പുനരുദ്ധാനത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്ന് അതെ നമ്മെ ബലപ്പെടുത്തുന്ന, അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ്. ഈ രാത്രി നമ്മെ കേൾപ്പിച്ച ദൂതിന് മുൻപാകെ, ആലോചനയ്ക്ക് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് ദൈവത്തിന് തന്നെ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, ഉപകാരങ്ങൾ ഇതെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനിടയായിത്തീരണം. ഈ രാത്രിയിൽ നമ്മെ കേൾപ്പിച്ച ആലോചനയ്ക്ക് മുൻപാകെ നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സമയം മുൻപോട്ട് പോയതുകൊണ്ട് ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ സഹായിക്കുക ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവനെ സൂക്ഷിക്കാനായിട്ട് അവസരം ഒരുക്കിയ വാത്സല്യ ഭവനം സ്വന്തം ദൈവദാസൻ സ്നേഹവന്ദനത്തെ നന്ദി അറിയിച്ച് ദൈവസന്നെ താണിരിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ആ ക്രൂശിലെ സ്നേഹത്തെ കുറിച്ച് വളരെ അനുഗ്രഹമായ രീതിയിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ഇവിടെയാക്കി ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന ഈ തിരുവചനം ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. അതിനായി ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവരെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. പുറജാതിയെയും യഹൂദനെയും ഒന്നാക്കിയ കർത്താവിന്റെ ക്രൂശിലെ സ്നേഹം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ബറബ്ബാസ്, ആമേൻ, തെറ്റുകാരനായ ബറബ്ബാസ്, ആമേൻ, സ്തോത്രം, ആമേൻ, കർത്താവിനെ ക്രൂശീകരിച്ചപ്പോൾ ബറബ്ബാസ് സ്വതന്ത്രനായി ആമേൻ വിട്ടയച്ചു. ഹല്ലേലൂയ. ആമേൻ. ആ കാൽവറിയിൽ കിടന്ന ആമേൻ കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ആമേൻ, സ്തോത്രം, അവിടെ കിടന്ന കള്ളന് ആമേൻ അവൻ ദൈവത്തോട് അവന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞപ്പോൾ ആമേൻ അവന് പർദീസ ലഭിക്കുവാനിടയായി. ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ ആ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവിന്റെ ദാസൻ ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞു, ദൈവമക്കളെ, നമുക്ക് നൽകുന്ന സ്ഥാനങ്ങൾ, മാനങ്ങൾ കർത്താവിനെ ഉയർത്തുന്നതായി. ഹല്ലേലൂയ. സ്തോത്രം.